കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. കൊച്ചു ത്രേസ്യ പുണ്യവതി നിന്നിൽ റോസാ പുഷ്പം പോലെ ഹൃദയം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പുഷ്പവർഷത്തിൻ്റെ 90 ദിനങ്ങൾ ലിസ്യുവിലെ ചെറുപുഷ്പത്തോടൊപ്പം നമ്മൾ നടത്തുന്ന ആത്മീയ തീർത്ഥയാത്രയുടെ 64ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ കാണുക കൊച്ചു ത്രേസ്യയുടെ കുമ്പസാരത്തെക്കുറിച്ചുള്ള ദർശനങ്ങളാണ്. കൊച്ചു ത്രേസ്യയുടെ ഈ ആത്മീയ ദർശനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പ് ഈ മേഖലകളിൽ അവളെ കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുള്ളവരിലേക്ക് നമുക്കൊന്ന് ശ്രദ്ധ തിരിക്കാം. ഒന്നാമതായിട്ട് മിസ്റ്റർ ഫ്രാൻസിസ് സെയിൽസ്. അദ്ദേഹത്തിൻ്റെ രചനകൾ ദൈവസ്നേഹത്തിനും വിശുദ്ധി വളരുന്നതിനുള്ള ഒരു ഉപാധിയായി കുമ്പസാരത്തിൻ്റെ പ്രാധാന്യത്തിനും ഊന്നൽ നൽകി. അത് വിശുദ്ധ കൊച്ചു ത്രേസ്യയെ ആഴത്തിൽ സ്വാധീനിച്ചു. രണ്ടാമതായിട്ട് ആവിലായിലെ വിശുദ്ധ തെരേസ. ആന്തരിക ജീവിതത്തിലും ദൈവവുമായുള്ള ബന്ധത്തിലുള്ള അവളുടെ ശ്രദ്ധ ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ കുമ്പസാരം എന്ന കൂദാശയെക്കുറിച്ചുള്ള കൊച്ചു ത്രേസ്യയുടെ ധാരണകൾക്ക് ഏറെ പ്രചോദനമായിട്ടുണ്ട്. തുടർന്ന് നമ്മൾ വചനത്തിലേക്കാണ് ശ്രദ്ധിക്കുക. യോഹന്നാൻ ശ്ലീഹ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകിയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. ഈ വചനഭാഗം പുണ്യവതിയെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. വീണ്ടും യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം. നിങ്ങൾ സൗഖ്യം പ്രാപിക്കാനായി പരസ്പരം പാപങ്ങൾ ഏറ്റുപറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവിൻ. നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ്. കൊച്ചു ത്രേസ്യയെ ശ്ലീഹായുടെ ഈ വാക്കുകൾ ഏറെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്നേഹമുള്ളവരെ, കൊച്ചു ത്രേസ്യയുടെ കുമ്പസാരത്തെക്കുറിച്ചുള്ള ദർശനങ്ങൾ അത് 5 ഭാഗങ്ങളായിട്ട് തിരിക്കുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഒന്നാമതായിട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ്സ് മേഴ്സി, ദൈവത്തിൻ്റെ കരുണയിലുള്ള അടിയുറച്ച ആശ്രയത്വം. രണ്ടാമതായി സിംപ്ലിസിറ്റി ഇൻ കൺഫെഷൻ, കുമ്പസാരത്തിലുള്ള ലാളിത്യം. മൂന്നാമതായിട്ട് ട്രാൻസ്ഫോർമേഷൻ ത്രൂ ഗ്രേസ്, ഗ്രേസിലൂടെയുള്ള നമ്മുടെ ജീവിതത്തിൽ വരുന്ന ട്രാൻസ്ഫോർമേഷൻസ്. നാലാമതായിട്ട് കമ്മ്യൂണിറ്റി ആസ്പെക്റ്റ്, കുമ്പസാരത്തിൻ്റെ സാമൂഹിക വശങ്ങൾ. അഞ്ചാമതായിട്ട് റെഗുലർ പ്രാക്ടീസ്, ഇതിനൊരു കുമ്പസാരം എന്ന് പറയുന്നത് സ്ഥിര പ്രാക്ടീസായിട്ട് നമ്മളെപ്പോഴും ചെയ്യണം. ഈ 5 തലങ്ങളെ നമുക്കൊന്ന് ആഴത്തിൽ കാണാം. ഒന്നാമതായിട്ട് ട്രസ്റ്റ് ഇൻ ഗോഡ്സ് മേഴ്സി, പാപം പൊറുക്കാനാവാത്തത്ര വലുതല്ലെന്ന് വിശ്വസിച്ചുകൊണ്ട് കുമ്പസാര സമയത്ത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കേണ്ടതിൻ്റെ പ്രാധാന്യം വിശുദ്ധ കൊച്ചു ത്രേസ്യ ഊന്നി പറയുന്നുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: എനിക്ക് നരകത്തെ ഭയമില്ല, കാരണം ദൈവം കരുണയുള്ളവനാണെന്ന് എനിക്കറിയാം. അവൾക്കൊരു ഉറപ്പാണ്, അവളെപ്പോഴും സൂക്ഷിച്ചിരുന്നതാണ്. അവൾ ഒരിക്കലും നരകത്തെ ഭയപ്പെട്ടിരുന്നില്ല, കാരണം നരകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ ആശ്രയിക്കുമ്പോൾ എന്നെ നരകം ഒട്ടും സ്വാധീനിക്കുകയില്ല, എനിക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കും. അവളുടെ സഹോദരി സെലിൻ എഴുതിയൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു: ദൈവത്തിൻ്റെ കാരുണ്യത്തിന് ഒരു പാപവും വലുതല്ല. എത്രമാത്രം കഠിന പാപിയാണെങ്കിലും കുമ്പസാരത്തിനായിട്ട് അണയുമ്പോൾ ദൈവം ഈ പാപങ്ങളെല്ലാം പരിപൂർണമായിട്ട് ക്ഷമിക്കുകയാണ്. രണ്ടാമത്തെ തലം എന്ന് പറയുക സിംപ്ലിസിറ്റി ഇൻ കൺഫെഷൻ, ഭയത്തേക്കാൾ ദൈവത്തിലുള്ള ശിശുസമാനമായ വിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കുറ്റസമ്മതത്തോടുള്ള നേരായതും എളിമയുള്ളതുമായ സമീപനത്തിനായിട്ട് കൊച്ചു ത്രേസ്യ നിലകൊണ്ടിട്ടുണ്ട്. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു: ഒരു ശിശു പിതാവിൻ്റെ അടുത്തേക്ക് ഓടുന്നത് പോലെ ഞാൻ കുമ്പസാരത്തെ സമീപിക്കുന്നു. അത്രമാത്രം ലളിതമായിട്ടാണ് അവൾ പറഞ്ഞു വയ്ക്കുക. ഒരു ശിശു എങ്ങനെയാണ് പിതാവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് ഉള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്, അതുപോലെ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് എൻ്റെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ എൻ്റെ ദൈവവുമായിട്ട് ഞാൻ പങ്കുവയ്ക്കും. അവളുടെ ആത്മകഥയിൽ വീണ്ടും പറയുന്നുണ്ട്: കുമ്പസാരത്തിൽ അവൻ എന്നെ സ്നേഹിക്കുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ആത്മാവിനെ തുറന്നു കാട്ടി. ദൈവത്തിൻ്റെ മുമ്പിൽ സിമ്പിളായിട്ട് അവളുടെ ആത്മാവിൻ്റെ കാര്യങ്ങൾ തുറന്നു വയ്ക്കുകയാണ്. അവൾക്ക് അത്രമാത്രം ഒരു സ്നേഹമാണ്, അത്രമാത്രം ദൈവത്തോടുള്ള സിമ്പിൾ ഫെയ്ത്താണ്. സ്നേഹമുള്ളവരെ, നമ്മളേറെ പ്രചോദിപ്പിക്കേണ്ട ഒന്നാണ് ഈ മേഖല. മൂന്നാമതായിട്ട് ട്രാൻസ്ഫോർമേഷൻ ത്രൂ ഗ്രേസ്, കുമ്പസാരം കൃപ സ്വീകരിക്കുന്ന ഒരു മാർഗമാണെന്ന് കൊച്ചു ത്രേസ്യ വിശ്വസിച്ചു. അത് ആത്മാവിനെ രൂപാന്തരപ്പെടുത്തുകയും ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു.
അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുന്നു, ഓരോ കുമ്പസാരവും കൃപയുടെ പുത്തൻ പ്രവാഹം നൽകുന്നു. അപ്പോൾ ഓരോ കുമ്പസാരവും നമ്മളെ കൂടുതലായിട്ട് ശക്തിപ്പെടുത്തുന്നു, കൂടുതൽ കൂടുതൽ കൃപകൾ കൊണ്ട് നമ്മളെ നിറയ്ക്കും, കൃപയുടെ ആഴങ്ങളിലേക്ക് പോകുവാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അതുപോലെ സഹോദരി സെലിന എഴുതിയൊരു എഴുത്തിൽ ഇങ്ങനെ പറയുകയാണ്, കുമ്പസാരത്തിന് ശേഷം എനിക്ക് പുതുമയും വളരെയധികം ശക്തിയും തോന്നുന്നു. അപ്പോൾ കുമ്പസാരത്തിൽ അനുഭവിച്ചതാണ് എൻ്റെ ജീവിതത്തിൽ നവീകരിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ നല്ല ഉന്മേഷമുള്ള ഒരു വ്യക്തിയായിത്തീരുന്നു. അവൾ സഹോദരിയോട് പറഞ്ഞു വയ്ക്കുകയാണ്. ഇനി 4-ാമത്തെ തലം എന്ന് പറയുക കമ്മ്യൂണിറ്റി ആസ്പെക്റ്റാണ്. കുമ്പസാരം ഒരു കേവലം വ്യക്തിപരമായ പ്രവൃത്തി മാത്രമല്ല, സഭയുടെ സാമുദായിക ജീവിതത്തിൻ്റെ ഭാഗമായും അവൾ തിരിച്ചറിഞ്ഞു. ഈ മേഖലകളിൽ വിശ്വാസികൾ അവരുടെ ആത്മീയ യാത്രകളിൽ പരസ്പരം പിന്തുണയ്ക്കുന്നു. അവളുടെ ആത്മകഥയിൽ ഇങ്ങനെ പറയുകയാണ്, കുമ്പസാരം വ്യക്തിക്ക് മാത്രമല്ല, അത് മുഴുവൻ സമൂഹത്തെയും ശക്തിപ്പെടുത്തുന്നു. അപ്പോൾ ഒരു വ്യക്തി കുമ്പസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ കാര്യം മാത്രമല്ല, ആ വ്യക്തിയിലൂടെ ആ വ്യക്തി ആയിരിക്കുന്ന സമൂഹം മുഴുവൻ നവീകരിക്കപ്പെടുന്നു, ബലമാർജിക്കുന്നു. അവളുടെ അന്തിമ വചസ്സുകളിൽ ഇങ്ങനെ പറയുന്നു, കുമ്പസാരത്തിൽ നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഒരു വ്യക്തി കുമ്പസാരിക്കുമ്പോൾ ആ വ്യക്തി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്നതെന്ന് വെച്ചാൽ എല്ലാവരോടും നല്ല ഒരു ബന്ധത്തിൽ ആകുന്നു. എൻ്റെ 5-ാമത്തെ തലം എന്ന് പറയുക റെഗുലർ പ്രാക്ടീസ്. ആത്മീയ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ഇടയ്ക്കിടെയുള്ള കുമ്പസാരത്തെ കൊച്ചുരേസ്യ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അത് തൻ്റെ വിശ്വാസത്തിൻ്റെ യാത്രയിൽ അനിവാര്യമായ ഒരു ചൂടുവെപ്പായിട്ട് അവൾ കണ്ടിരുന്നു. അവളുടെ ആത്മകഥയിൽ അവൾ ഇങ്ങനെ പറയുന്നു, ഇടയ്ക്കിടെയുള്ള കുമ്പസാരം എൻ്റെ ആത്മാവിനെ ദൈവവുമായി ഇണക്കി നിർത്തുന്നു. അപ്പോൾ തുടരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുമ്പസാരമാണ് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ ദൈവത്തിലേക്ക് എന്നെ എപ്പോഴും ചേർത്ത് നിർത്തുന്നു. അവൾ എഴുതിയ ഒരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നു, എൻ്റെ ആത്മീയ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായതിനാൽ പതിവായി കുമ്പസാരിക്കാൻ ഞാൻ ലക്ഷ്യമിടുന്നു. അപ്പോൾ കുമ്പസാരം തീർച്ചയായിട്ടും എൻ്റെ ആത്മീയ വളർച്ചയെ ഉണർത്തും. അത് എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടെ കുമ്പസാരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ളവരെ, കൊച്ചുരേസ്യയുടെ കുമ്പസാരത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് നമ്മൾ കണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ആധ്യാത്മിക തലങ്ങളെയും മാനസിക തലങ്ങളെയും അതുപോലെ തന്നെ സാമൂഹിക തലങ്ങളെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ളതെന്ന് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കാം. ഒന്നാമതായിട്ട് ആധ്യാത്മിക തലം. കുമ്പസാരത്തോടുള്ള കൊച്ചുരേസ്യയുടെ സമീപനം കരുണയുടെയും ക്ഷമയുടെയും പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. കൂദാശയിലൂടെ അനുരഞ്ജനവും രോഗശാന്തിയും തേടാൻ അവൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് മാനസിക തലം. കുമ്പസാരത്തിലെ പരാധീനയിലും സത്യസന്ധതയിലും കൊച്ചുരേസ്യ നൽകിയ ഊന്നൽ മാനസിക ക്ഷേമത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. സുരക്ഷിതവും പിന്തുണയുമുള്ളതുമായ അന്തരീക്ഷത്തിൽ അവരുടെ പരാജയങ്ങളെ നേരിടാൻ ഇത് വ്യക്തികളെ സഹായിക്കുന്നു. മൂന്നാമതായിട്ട് സാമൂഹ്യ തലം. കൊച്ചുരേസ്യയുടെ വീക്ഷണങ്ങൾ സമൂഹത്തിനുള്ളിൽ സ്വീകാര്യതയുടെയും ധാരണയുടെയും സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ക്ഷമ തേടുന്നവരോട് അനുകമ്പയുടെയും പിന്തുണയുടെയും പ്രാധാന്യം അവൾ ഊന്നിപ്പറയുന്നു. സ്നേഹമുള്ളവരെ, ഈ കാഴ്ചപ്പാടിലൂടെ കടന്നു പോകുന്ന നമുക്ക് ഒരു നിമിഷം നമ്മളിലേക്ക് തന്നെ ഒന്ന് തിരിയാം. ആത്മാർത്ഥമായിട്ട് നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഒന്നാമതായിട്ട്, കുമ്പസാരത്തെക്കുറിച്ചുള്ള എൻ്റെ സ്വന്തം അനുഭവത്തിൽ എനിക്ക് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കരുണയിലുള്ള ആഴത്തിലുള്ള വിശ്വാസം വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കുക? രണ്ടാമതായിട്ട്, ഭയത്തേക്കാൾ സ്നേഹത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഏതെല്ലാം വിധങ്ങളിൽ കുമ്പസാരത്തോടുള്ള എൻ്റെ സമീപനം എനിക്ക് ലളിതമാക്കുവാനായിട്ട് സാധിക്കും? മൂന്നാമതായിട്ട്, കുമ്പസാരം ഒരു സാമുദായിക പ്രവൃത്തിയായി മനസ്സിലാക്കുന്നത് സഭയിലെ മറ്റുള്ളവരുമായുള്ള എൻ്റെ ബന്ധത്തെക്കുറിച്ചുള്ള എൻ്റെ വീക്ഷണത്തെ എങ്ങനെ മാറ്റിമറിക്കും? സ്നേഹമുള്ളവരെ, നമുക്ക് നമ്മോട് തന്നെ ഈ ചോദ്യങ്ങൾ ചോദിക്കാം. പുണ്യവതി നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് ഈ നിമിഷം ഒന്നിച്ച് പുണ്യവതിയോട് പ്രാർത്ഥിക്കാം. ഇഹലോക ജീവിതത്തിൽ മാലായിക്കടുത്ത പരിശുദ്ധിയുടെയും ആധ്യാത്മിക ശിശുത്വത്തിൻ്റെയും ദൈവത്തിരുവനസുള്ള പൂർണ്ണമായ കയ്യാൾപ്പിൻ്റെ ദർപ്പണമായ വിശുദ്ധ ഞങ്ങളെ നീ ദയോടെ തൃക്കൻ പാർക്കണമേ. ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നിന്നെ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. ഞങ്ങളുടെ അരിഷ്ടതകളെല്ലാം നിൻ്റേതായി നീ സ്വീകരിക്കണമേ. നിൻ്റെ ആയുസിൻ്റെ ആരംഭവശയെ തന്നെ സ്വർഗരാജ്ഞി അമലോത്ഭകന്യ വാത്സല്യത്തോടെ നിന്നെ കടാക്ഷിക്കുകയും നീ അവിടുത്തെ വത്സല ശിശുവായി തീരുകയും ചെയ്തല്ലോ. ആ മാതാവിന് ശക്തിയേറിയ മാധ്യസ്ഥം മൂലം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നന്മകളും, പ്രത്യേകിച്ച് പ്രിയമുള്ളവർ, നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ ചേർത്ത് വയ്ക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കൊച്ചുരേസ്യയെ പോലെ എപ്പോഴും നിർമ്മലയായിട്ട് ജീവിക്കുവാനായിട്ട്, കൂടെ കുമ്പസാരക്കൂട്ടിന് അണയുവാനുള്ള കൃപ നൽകണമേ എന്ന് വാങ്ങിത്തരണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് നമ്മുടെ വിവിധങ്ങളായ നിയോഗങ്ങളെ ഈ നിമിഷം ചേർത്ത് വയ്ക്കാം.
ഈ അനുഗ്രഹങ്ങളും ഒരു നല്ല മരണവും സിദ്ധിക്കുന്നതിന് നിരന്തരം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യവതിയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങിയാണ്. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ ചേർത്ത് പിടിച്ച് ശിരസ്സ് നമിക്കാം. നല്ലവനായ കർത്താവേ, നിൻ്റെ ഇഷ്ടദാസിയായ ലിസ്യുവിലെ ചെറുപുഷ്പത്തെ ഞങ്ങൾ ഏറെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. കൂടെയുള്ള കുമ്പസാരത്തിലൂടെ അവൾ എത്രമാത്രമാണ് നിന്നോട് അടുത്ത്, നിന്നോടുള്ള സ്നേഹത്തിൽ ആഴപ്പെട്ടത്. ഈശോയെ, അതുപോലെ കുമ്പസാരക്കൂട്ടിൽ ആത്മാർത്ഥതയോടുകൂടി അണയുവാനായിട്ട് ഞങ്ങൾ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കൊച്ചുറാണി ജീവിതത്തിൽ എന്തൊക്കെ കുറവുകൾ വന്നാലും ഈശോ ക്ഷമിക്കുമെന്നുള്ള ബോധ്യത്തോടു കൂടി ഈശോയിലേക്ക് അണയുവാനായിട്ട് ഓരോ ദിവസവും ഈ സ്നേഹത്തിൽ ആഴപ്പെട്ടുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ ചേർത്ത് പിടിക്കുവാനായിട്ട് വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് പുണ്യവതി ഞങ്ങൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണമേ, മധ്യസ്ഥം വഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പുഷ്പവർഷവും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗത്തിലെ ഈശോദൻ